ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കാം. വീഡിയോ കാണുന്ന ഫസ്റ്റ് തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളെ വീഡിയോ കണ്ടുവെക്കണേ. അപ്പോൾ നമ്മൾ ഗിവ് കാര്യം ആരും മറക്കണ്ട കേട്ടോ. വീഡിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഫസ്റ്റത്തെ ഒന്ന് രണ്ട് വീഡിയോക്കൊക്കെ കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇതിന് മുന്നേ ഞാനിട്ട 2-3 വീഡിയോക്ക് കമൻറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോക്ക് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോക്കും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ 25 കമൻറ്റ് അതിന് ശേഷമുള്ള വീഡിയോ മാത്രമേ നമ്മൾ ഗിവ് പരിഗണിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോകട്ടോ. അപ്പോൾ അന്ന് രാവിലെ ഞാനിതാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മദ്രസയിലേക്കൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ബെഡ്റൂമിൽ ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബെഡ്റൂമിലുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീറ്റാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ് അതൊക്കെ റൂമിലേക്ക് കയറുമ്പോഴൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനമാണ്. അത് ചിലപ്പോൾ എന്നും ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അധികം നമ്മൾ കിച്ചണിലെ രാവിലത്തെ പണി കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അധികം ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് പോകണം മുന്നേ തന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ കിച്ചണിലൊക്കെ പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ മുന്നേ രാവിലെ തന്നെ പുറത്ത് പോണ ദിവസങ്ങളൊക്കെ ഞാൻ അധികം ഇങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പിരിച്ചതിന് ശേഷം തന്നെ കേട്ടോ കിച്ചണിലൊക്കെ പോകല്. അല്ലെങ്കിൽ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ എടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലത്തെ ചായൻ്റെ പണിയും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇനിയിപ്പോൾ കിച്ചണിലേക്ക് പോകണ്ട. അപ്പോൾ കിച്ചണിലേക്ക് പോയ ഫസ്റ്റ് തന്നെ ഞാനിതാ എനിക്ക് കുടിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കട്ടോ ആദ്യം തന്നെ ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ ജീരകട്ട വെള്ളമാണല്ലോ അധികം കുടിക്കാറ്. അപ്പോൾ അത് എന്നും രാവിലെ ഞാൻ കിച്ചണിൽ എത്തിയപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നിട്ട് ചെയ്യൽ. ഫസ്റ്റ് വെള്ളം തിളപ്പിക്കുക, കുടിക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്കൊക്കെ നിൽക്കുള്ളൂ. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ജീരകം ഇട്ട് നല്ല തിളപ്പിച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് അത് ചൂടാറിയായി കുടിച്ചതിന് ശേഷം കേട്ടോ പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന വെള്ളപ്പല്ലേ പൊടി കൊണ്ടുള്ള. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ റെസിപ്പി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര കുറച്ചിട്ടിട്ട് ഇതൊന്ന് നമുക്ക് പൊങ്ങി വരാനായിട്ടൊന്ന് മാറ്റി വെക്കട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയോ. അപ്പോൾ തന്നെ ഇത് നമ്മൾ ഈസ്റ്റൊക്കെ നല്ല ആക്റ്റീവായിട്ട് വരും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചുടുവെള്ളം ഇട്ട് ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ അതിവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ വെള്ളപ്പത്തിലേക്കായിട്ട് ഗ്രീൻ പീസ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ഗ്രീൻ പീസ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അതുപോലെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു സവാള ഇട്ട് എടുത്തിട്ടുള്ളത്. ചെറിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി ഇട്ടാൽ പുളിയില്ലാത്ത തക്കാളി വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 ചെറിയ അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇതിലേക്ക് നമുക്ക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നല്ലതാട്ടോ അങ്ങനെ ഇഞ്ചും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചാട്ടോ ചേർത്തിട്ടുള്ളത്. അത് കൂടുതലായാൽ ഒരു കുത്തലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മസാലകളൊന്നും ഇടാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഒരു 3 വിസിൽ വരുന്ന വരെയൊക്കെ മതിയാവും. ഇനിയിപ്പോൾ ഞാൻ വെള്ളപ്പത്തിലേക്ക് 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ അരിപ്പൊടി ഇല്ലേ പത്തിരിപ്പൊടി അതെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങയും 1/4 കപ്പ് ചോറും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊങ്ങി വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈസ്റ്റ് അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. 15 മിനിറ്റ് ആട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നല്ല മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ മാവും ഈസ്റ്റും എല്ലാതും കൂടി ഒന്ന് മിക്സായി പൊങ്ങി വരാനായിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ അപ്പോഴുള്ള പാത്രം അങ്ങോട്ട് കഴുകി വെക്കട്ടെ. അപ്പം നമ്മൾ മാവ് അരച്ച മിക്സിയുടെ ജാറും അപ്പോൾ അതുപോലെ രാവിലെയുള്ള പാത്രങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ അപ്പോഴുള്ള പാത്രം അപ്പം അങ്ങോട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പാത്രം കഴുകലൊരു ഭാരമായി തോന്നില്ലല്ലോ. ഞാൻ എപ്പോഴും പറയണമല്ലോ എപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ് കേട്ടോ. അപ്പോഴുള്ള പാത്രം അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കും.
അപ്പോൾ ഇതാ ഞാൻ നമ്മൾ ഗ്രീൻ പീസൊക്കെ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഗ്രീൻ പീസാണ് വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ വേവിക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെള്ളത്തോട് കൂടി വേവിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അതിന് 2 കയ്യിൽ കടലൊന്നും മാറ്റി വെക്കണ്ടേ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഉരുളക്കിഴങ്ങ് ഇട്ടെടുത്തിട്ടുള്ള പിന്നെ ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തുന്നത് കുരുമുളക് പൊടി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രീൻ പീസിൽ കുരുമുളക് പൊടി ചേർക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിന് നമുക്ക് 1-2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വേവണ വരെ 1 വിസിൽ മതിയാവും. ഞാൻ 1 വിസിൽ അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാ അതുകൂടെ വേവിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ നല്ല വെന്ത് നല്ല ചാറൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഗ്രീൻ പീസ് കറി അല്ല കടലക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് തിക്കായിട്ട് കുറുകിയിട്ടാണ് ഉണ്ടാക്കുക. അങ്ങനെയുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കടല എടുത്തിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു കറി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കടല അരച്ച് ചേർക്കണമെങ്കിൽ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ. കറി നല്ല തിക്കായിട്ട് വരും ചെയ്യും, കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർക്കുമ്പോൾ ചുടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണേ, പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ചുടുവെള്ളം പച്ചവെള്ളം ചേർക്കണമെങ്കിൽ പിന്നെ നല്ലൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വെള്ളപ്പത്തിലേക്കുള്ള കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് ഒന്ന് പൊങ്ങി വരാനായിട്ട് ഇനിയും ടൈം ഉണ്ടല്ലോ. ആ നേരം കൊണ്ട് ഇതാ നമ്മൾ മിക്സി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും അരക്കലും അരി അരക്കലും പിന്നെ തേങ്ങ അരക്കലൊക്കെ കഴിഞ്ഞിട്ട് മിക്സി തുടക്കാമെങ്കിലും പുറമൊക്കെ ഇങ്ങനെ തുടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിട്ട ഭാഗം ഉള്ളിലേക്കൊന്നും തുടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ 15 ദിവസം 1 മാസമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ ആ ക്ലിപ്പ് ഊരിയിട്ട് ഞാനിതുപോലെ തേച്ച് കഴുകാട്ടോ ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ വെള്ളപ്പത്തിലേക്ക് മാവ് അരക്കുമ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചിട്ട് അപ്പോൾ അതൊന്ന് ഇപ്പോൾ കഴുകാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എന്തായാലും മാവ് പൊങ്ങി വരാറുണ്ടല്ലോ, ആ ടൈം കൊണ്ടാണ് ഞാനിപ്പോൾ അത് നല്ല തേച്ച് കഴുകാട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് നല്ലൊന്ന് തേച്ച് കഴുകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലും ഒക്കെ നല്ലൊന്ന് തേച്ച് കഴുകുന്നുണ്ട്. പിന്നെ പുറമൊക്കെ ഇതുപോലെ സ്ക്രബ്ബർ ഇട്ടിട്ട് തന്നെ ഞാൻ നമ്മൾ പാത്രം കഴുകണത് ഇട്ടിട്ട് തന്നെ ഞാൻ ലിക്വിഡ് ഒഴിച്ചിട്ട് നല്ലൊന്ന് തേച്ച് കഴുകുന്നുണ്ട്. പിന്നെ നമ്മൾ ഏറ് പോണ ഭാഗമല്ലേ അതൊക്കെ ബ്രഷ് ഇട്ടിട്ട് നല്ലൊന്ന് ഞാൻ ഉരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്ലീൻ ആവട്ടെ. അങ്ങനെ കഴുകുകയാണെങ്കിൽ നമ്മൾ തുടച്ചെടുക്കണം, നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ ഇല്ല അങ്ങനെ കഴുകുള്ളൂ. അപ്പോൾ കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീനാവും. അപ്പോൾ വയറൊക്കെ ഞാൻ ഇതുപോലെ പിന്നെ സോപ്പിട്ടിട്ടൊന്ന് കഴുകി അതിപ്പോൾ മഞ്ഞളുടെ കളറും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതുപോലെ സോപ്പിട്ട് നല്ല ഉരച്ചതിന് ശേഷം കഴുകിയിട്ട്. അപ്പോൾ നമ്മൾ പ്ലഗ് ഇല്ലേ നമ്മൾ കുത്തുന്ന ഭാഗം അത് ഞാൻ ഒന്ന് നനക്കണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വയറൊക്കെ ഇങ്ങനെ കഴുകി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കട്ടെ. വയറിന് ഷോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോക്ക് അടിക്കാൻ എർത്തടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വയറിന് കംപ്ലൈൻറ്റ് ഇല്ലെങ്കിൽ നമുക്കിതുപോലൊക്കെ കഴുകിയെടുക്കാം, അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷൊക്കെ ഇട്ട് നല്ല ഉരച്ചതിന് ശേഷം നല്ലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മോട്ടറിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം ആവട്ടെ, എന്നാലും നല്ല കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊന്ന് ഉണക്കാൻ വെക്കും. ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ പോകും കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെ കഴുകലുണ്ട്, ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ മിക്സിയിൽ ടൈറ്റ് ചെയ്യണ റിങ് ഇല്ലേ ഇത് ഞാൻ ഇതുപോലെ നല്ലൊന്ന് സോപ്പിട്ട് ബ്രഷ് ഇട്ട് നല്ലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഉണക്കാനായിട്ട് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെക്കുക ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിയുന്ന പോലെ ഇതുവരെ ചെരിഞ്ഞിരുന്നോളൂ. അപ്പോൾ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കോളും. അതിന് ശേഷം നമുക്ക് നല്ല തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് വേറെ ലെവലിൽ ചെരിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ വെള്ളങ്ങളൊക്കെ പോയി കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മളെ വെള്ളപ്പത്തിൻ്റെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് പൊങ്ങി വന്നെന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കയ്യിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ബബിൾസ് പോലെ കാണും കേട്ടോ. അപ്പോൾ മാവ് പൊങ്ങി വന്നത് നമുക്ക് മാവ് ഇങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ പൊങ്ങി വന്നാൽ. ഇനിയിപ്പോൾ അതൊന്ന് ചുട്ടെടുക്കട്ടെ. അതിന് മുന്നേ നമ്മൾ ഗ്രീൻ പീസ് കറി ഒന്ന് വറവ് ചെയ്യാനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വെള്ളപ്പം ചൂടിന് ചട്ടി തന്നെ വെച്ചു. കറി ആദ്യം വറവിടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ കറി വറവിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചട്ടി പണി പറ്റിച്ചിട്ടോ. പിന്നെ എനിക്ക് വെള്ളപ്പം തിന്ന് കിട്ടാതായി, ചൂട് ഏറിയിട്ടാണെന്ന് തോന്നുന്നു, വെള്ളപ്പം കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞാൻ 1-2 ചുട്ടല്ലാണ്ട് റെഡിയാവും. പക്ഷേ ഞാൻ അതിന്മേൽ അധികം മെനക്കെട്ട് നിന്നില്ല, കാരണം കുട്ടികൾക്ക് സ്കൂൾ പോകാനുള്ളതല്ല, നേരം വഴുകുമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ നമ്മളെ സാധാ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടില്ലേ അത് വെച്ചിട്ടാട്ടെ പിന്നെ വെള്ളപ്പം ചുട്ടെടുത്തിട്ടുണ്ടായത്. പിന്നെ ലാസ്റ്റ് ഞാൻ എനിക്കുള്ളതൊക്കെ ഞാൻ ഈ ചട്ടി തന്നെ ചുട്ടെടുത്തിട്ടു. അപ്പത്തിന് ചട്ടിയൊന്നും വാങ്ങി കിട്ടിയിട്ടോ. 3 ഞാൻ അങ്ങനെ ചുട്ടെടുത്തു. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെള്ളപ്പം ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ചട്ടി നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടിയിട്ട് ഞാൻ മാവ് ഒഴിച്ചെടുത്തപ്പോഴേ ചട്ടിയിൽ കിട്ടാതായ സംഭവം അതാണ്. അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ അപ്പൊക്കെ ചുട്ടെടുക്കുമ്പോഴേ തീയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചുടാനായിട്ട്. അല്ലെങ്കിൽ വെള്ളപ്പം നല്ല ഏത് അപ്പം ചുടാണെങ്കിലും നമ്മൾ തീ ഓവറായി കഴിഞ്ഞാൽ ചട്ടിയിൽ നിന്ന് കിട്ടാനൊക്കെ പാടാവുമല്ലോ. അതാണ് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞത്. അപ്പം ഞാൻ ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി വെച്ചിട്ട് ഞാൻ അപ്പം ചുട്ടെടുക്കാമെന്ന് വിചാരിക്കുകയാണ്.
ഇതാകുമ്പോൾ പിന്നെ നമുക്ക് എണ്ണ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചുട്ടെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ മുഴുവനായിട്ട് ചുട്ടെടുക്കണം. നല്ല ടേസ്റ്റുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാലപ്പത്തിൻ്റെ നമ്മളൊരു മധുരമൊക്കെ ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് പഞ്ചസാരൊക്കെ ചേർത്തുകൊണ്ട് മധുരമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ചുടലൊക്കെ ഇവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ട് 2-3 ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, മക്കൾക്ക് സ്കൂളിലേക്ക് പോകാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇരുമ്പ് ചട്ടിയിൽ ചുട്ട് പറഞ്ഞില്ല, അതിന് തല്ലായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും അത് വേണം. അപ്പോൾ ഞാൻ 4 ചുട്ട് 4 പേർക്കും ആക്കിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അപ്പെടുത്തിടുമ്പോൾ മോണ്ടയ്ക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടോ, കാരണം അത് നല്ല നെരിവുണ്ടാവുമല്ലോ ആ ചട്ടിൽ ചുടുമ്പോൾ. അപ്പോൾ അവൻ പറഞ്ഞു ഉമ്മച്ചി എനിക്ക് അപ്പം വേണം. അപ്പോൾ മോനിസിന് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. മോനിസ് പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്നാൽ 4 ആൾക്ക് ഓരോന്ന് എടുക്കാന്നുള്ളതിൽ അങ്ങനെ കേട്ട കാര്യങ്ങൾ. അങ്ങനത്തെ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാനിതാ പിന്നെ പാത്രം കഴുകൽ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങൾ അങ്ങനെ കഴുകാണ്ട് അതൊക്കെ കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. പാത്രം കഴുകണ വീഡിയോ ഇങ്ങനെ കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു ദിവസം എത്ര പോലും പാത്രം നമ്മൾ കഴുകുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കട്ടൻ കൂട്ടി കുടിക്കുകയാണെങ്കിലും കട്ടൻ കുടിച്ച ഗ്ലാസും അത് കൂട്ടിയ പാത്രവും കയ്യിലും അങ്ങനെ ഉണ്ടാവും. അങ്ങനെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും പാത്രം ഒരുപാട് കഴുകാനുണ്ടാവുമല്ലോ. എന്നാലും നമ്മളിതൊക്കെ എന്തോരം സന്തോഷത്തോട് കൂടിയിട്ടല്ലേ ചെയ്യണേ, ആരോടും പരാതിയും പരിഭവം ഒന്നുമില്ലാതെ നമ്മളെല്ലാ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണ്ടില്ലേ. വീടൊക്കെ നല്ല ക്ലീനാക്കി നീറ്റാക്കിയിട്ടാലും നമുക്ക് മനസ്സിനൊരു സന്തോഷം അങ്ങനെയൊക്കെ കാണുമ്പോൾ. അങ്ങനെയൊക്കെ കേട്ടോ, ആരോടും നമുക്ക് പരാതിയില്ല. നമ്മൾ വീട് ക്ലീനാക്കിയിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു സമാധാനം സന്തോഷം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. സത്യത്തിൽ നമ്മളൊന്നൊരു കാര്യം ആലോചിച്ചൊക്കെ സംഭവം ശരി തന്നെയല്ലേ. നമ്മൾ ഒരു ദിവസം നമ്മൾ അടിച്ചു വാരി തുടക്കാതെ വീടിങ്ങനെ ക്ലീനാക്കി ഇടാതെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമല്ലോ. നമ്മൾ പാത്രം ഇതുപോലെ സിങ്കിലൊക്കെ കുന്നുകൂട്ടിയിട്ട് അത് കഴുകാഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അത് ഉദ്ദേശിച്ചാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സംസാരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഗ്യാസ് സ്റ്റവ് തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നിട്ട്. അപ്പോൾ ഞാൻ നമ്മൾ മിക്സി കഴുകി വെച്ചില്ല, അതൊക്കെ നല്ല ഉണക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് സ്റ്റവും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്ട് ഇപ്പോൾ മീനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും കൂടെ റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ ഞാനിങ്ങനെ സ്റ്റവ് ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ്യും കേട്ടോ. എല്ലാതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാമൊരു ക്ലീൻ ചെയ്യലാണ്. ഇപ്പോൾ ഇനി എന്തായാലും ലഞ്ചിന് നമുക്ക് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തിട്ടെന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്യാരറ്റ് ഉണ്ട്, ഇത് ഞാൻ തലേന്ന് രാത്രി അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും ഉപ്പിലിടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ഉപ്പിലിടാണ്ട് പിന്നെ നല്ല ക്യാരറ്റ് നോക്കിയിട്ട് ഞാൻ ഇതുപോലെ എടുത്തേക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എപ്പോഴും ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ഇരിക്കും എന്നിട്ടാണ് പറയുന്നത്. ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്, ഇരിക്കലുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ ഇതുപോലെ ഒരു വീഡിയോ കണ്ടാണ്. അതിന് ശേഷം ഞാൻ അതുപോലെ കേട്ടോ ക്യാരറ്റ് എടുത്തേക്കാറ് കുറച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ കൂടുതലൊന്നും വെക്കലില്ല, അങ്ങനെ ഒരാഴ്ചയൊക്കെ ഞാൻ വെക്കലുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ക്യാരറ്റ് ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ തന്നെ അത് ഒരു ഉണങ്ങിങ്ങാണ്ട് അതിൻ്റെ തലപ്പൊക്കെ അങ്ങനെ ചീഞ്ഞിങ്ങാണ്ട് അങ്ങനെയൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതുപോലെ വെള്ളത്തിലാക്കി വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ, നല്ലൊരു ട്രിക്ക് തന്നെ ഉണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോ ഒക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യട്ടോ. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ആരും മറക്കണ്ട, കമൻറ്റ് എല്ലാവരും ചെയ്യുക, ഗിവ് അവേയിൽ പങ്കെടുക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.